കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഒരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. 55-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 22-ാമത്തെ തിരുവചനം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കർത്താവിൻ്റെ വാഗ്ദത്തമാണ്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഭാരം കേൾക്കാൻ പോലും ഭൂമിയിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ, ആരെങ്കിലും കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണവുമില്ല. ആരെങ്കിലും നമ്മുടെ ഭാരമെല്ലാം കേട്ടതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടുന്നില്ല. എന്നാൽ കർത്താവ് പറയാ, നിന്റെ ഭാരമെല്ലാം നിനക്ക് ഇറക്കി വെക്കാൻ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം കർത്താവാണ്, യേശുവിലാണ്. യേശു കർത്താവിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ ഭാരങ്ങളെ നിങ്ങൾക്ക് കൊടുക്കാനിടയായി തീരും. ആ കർത്താവിൻ്റെ കയ്യിലേക്ക് നിങ്ങളുടെ ഭാരങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ആശ്വാസത്തോടെ ജീവിക്കാം, നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാം. ഇന്നത്തെ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഭാരമില്ലാതെ, ടെൻഷൻ ഇല്ലാതെ ജീവിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറയുക, ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിങ്ങളെ പുലർത്താം. നമ്മുടെ ജീവിത ഭാരമാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരം. ഞാൻ നിങ്ങൾ പറയട്ടെ, കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ പുലർത്താം, ഞാൻ നിങ്ങളെ നടത്താം, ഞാൻ നിങ്ങൾക്ക് വേണ്ടത് തരാം, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങളെ ശക്തീകരിക്കാം. പ്രിയമുള്ളവരെ, ആ കർത്താവ് ഇന്നു പകലും നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ സഹായിക്കാൻ, നമ്മളെ രക്ഷിക്കാൻ, നമ്മുടെ ഭാരം ചുമക്കാൻ, നമ്മുടെ വേദനകളെ ചുമക്കാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, നമ്മളെ അനുഗ്രഹമാക്കി തീർക്കാൻ ആ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് രാവിലെ നമ്മുടെ ഭാരമെല്ലാം നമുക്ക് കർത്താവിന് കൊടുക്കാം. നമ്മുടെ ഭാരമെല്ലാം കർത്താവ് ചുമക്കുന്നവനാണ്, അവൻ നമ്മളെ പുലർത്തുന്നവനാണ്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നവരായതുകൊണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട് നമ്മൾ നീതിമാന്മാരാണ്. നമ്മൾ കുലുങ്ങിപ്പോകാൻ യേശു കർത്താവ് ഒരു കാരണവശാലും ഒരു നാളും സമ്മതിക്കുകയില്ല. ഒരിക്കലും അതിന് കർത്താവ് ഇടവരുത്തുകയില്ല. അതുകൊണ്ട് നിങ്ങൾ കുലുങ്ങിപ്പോകുകയില്ല, നിങ്ങൾ തകർന്നു പോകുകയില്ല, നിങ്ങൾ നശിച്ചു പോകുകയില്ല. കാരണം യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ഭാരം കർത്താവിന് കൊടുത്ത് ഇന്ന് പകൽ നമുക്ക് സമാധാനത്തോടെ സ്വസ്ഥതയുള്ള ജീവിതം നയിക്കാം. പ്രിയമുള്ളവർ, നമുക്ക് ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ ചോദിക്കും, എന്തെങ്കിലും ടെൻഷനുണ്ടോ? ഞാൻ നിങ്ങൾ പറയട്ടെ, ടെൻഷൻ, ഭാരം നമുക്ക് രോഗമുണ്ടാക്കും, നമുക്ക് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ഭാരമെല്ലാം കർത്താവിന് കൊടുത്ത് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഇന്ന് പകൽ നമ്മളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ മുഴുവൻ ഭാരവും കർത്താവിൻ്റെ കയ്യിൽ തരുക. കർത്താവ് അത് ചുമക്കുന്ന കർത്താവാണല്ലോ. കർത്താവ് ഞങ്ങളെ സ്വതന്ത്രമാക്കുന്ന കർത്താവാണല്ലോ. കർത്താവെ, ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, ഭാരമെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുന്നു, ഞങ്ങൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരാൻ കർത്താവ് സഹായിക്കുന്നതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവർ, നമുക്ക് ഇന്ന് പകൽക്കാലം ഭാരമില്ലാതെ സ്വസ്ഥമായി ജീവിക്കാൻ കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ.